കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം? ഇന്ത്യ. ജപ്പാൻ. കുറ്റിമൂട്. ഇന്ത്യ. അമേരിക്ക. തേങ്ങയല്ലേ കൊഴുപ്പിന്? ചൈന ആയിരിക്കും. ദക്ഷിണാഫ്രിക്കണ. ജപ്പാൻ. നമസ്കാരം. 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാലയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ സ്ഥലം ഏതാണ്? കുറ്റിമൂട്. കുറ്റിമൂട്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കടക്കാവൂർ പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. 200 വർഷത്തെ വിഷചികിത്സാ രംഗത്ത് 200 വർഷത്തെ പാരമ്പര്യമാണ് അവർക്കുള്ളത്. കൂടാതെ ത്വക്ക് സംബന്ധമായ ചികിത്സകൾക്കും ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ അവിടെ നിന്ന് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം? പിന്നെ എനിക്കറിഞ്ഞോളാം. കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തുന്ന ഏക രാജ്യം ഏതാണ്? ഇന്ത്യ ആയിരിക്കും. മാമൻ പറയും. കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയത് കൊഴുപ്പ് നികുതി പൊക്കളല്ലേ? അറിയില്ല. അമേരിക്കയാണെന്നാണ് എൻ്റെ തോന്നൽ. അമേരിക്കയല്ല. ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം? ഇന്ത്യയല്ല. കൊഴുപ്പിന് നികുതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ജങ്ക് ഫുഡുകളുണ്ടല്ലോ, അതിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ ജങ്ക് ഫുഡുകൾ, ബർഗർ, അത്തരത്തിലുള്ള സാധനങ്ങൾക്കെല്ലാം അമിതമായ രീതിയിലുള്ള കൊഴുപ്പുകൾ അവർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുമൂലം നമുക്ക് ശരീരഭാരം വർദ്ധിക്കുന്നുണ്ട്. അതിന് തടയിടാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ നികുതിയാണ് കൊഴുപ്പ് നികുതി. അത് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം എന്തായാലും ഇന്ത്യയല്ല. പിന്നെ ജപ്പാനായിരിക്കും. ജപ്പാനും അല്ല, മറ്റൊരു രാജ്യമാണ്. എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ഞങ്ങളുടെ കൈവശം ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ രാജ്യം? ആദ്യ രാജ്യം. അടുക്കളയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ബട്ടറുണ്ട്, നെയ്യുണ്ട്, ഉപ്പുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ ഈ കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? തേങ്ങയല്ലേ കൊഴുപ്പിന്? നികുതി. ഇറച്ചി അല്ല, തേങ്ങ എണ്ണയൊക്കെ കുറയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ. തേങ്ങ എണ്ണയൊക്കെ കുറയ്ക്കണം. ശരി. ചൈനയായിരിക്കും എന്ന് തോന്നണം, വിശ്വാസം. കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയത് ചൈനയല്ല, മറ്റൊരു രാജ്യമാണ്. കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം? ഉപ്പിന് നികുതി ഉണ്ടായിരുന്നു, കൊഴുപ്പിന് എണ്ണ. കേരള ഇന്ത്യ അല്ലേ? അല്ല. കൊഴുപ്പ് ദക്ഷിണാഫ്രിക്ക അല്ലേ? ദക്ഷിണാഫ്രിക്കണ. അല്ല, മറ്റൊരു രാജ്യമാണ്. ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം? കൊഴുപ്പിന് നികുതി അത് ഇന്ത്യ അല്ലേ? നമ്മൾ അണ്ണന്മാർ പറയും. ജപ്പാൻ. മാറ്റി കൊടുക്കട്ടെ. ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടണം. ചോദ്യം ഇതാണ്: കൊഴുപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം? അറിയാമോ? ഒരു അറിവും ചെറുതല്ല. അറിയത്തില്ലല്ലേ? അപ്പോൾ ആ രാജ്യം ഏതാണെന്ന് അറിയണ്ടേ?
ഡെൻമാർക്കാണ് കൊഴുപ്പിന് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം. കൊഴുപ്പ് ഏതാണെന്ന് കൊഴുപ്പാണെന്നറിയാം. നമ്മൾ ജങ്ക് ഫുഡിലൊക്കെ അധികം കൊഴുപ്പുകൾ ആഡ് ചെയ്തിട്ടാണ് അത് മനുഷ്യ ശരീരത്തിൻ്റെ ശരീരഭാരം വർദ്ധിപ്പിക്കുമെന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊഴുപ്പിന് നികുതി, അത്തരത്തിലുള്ള ജങ്ക് ഫുഡുകൾക്ക് നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വേദികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.